അതിൻ്റെ ബേസിലാണ് ഇവർക്ക് ഫസ്റ്റ് കൊടുത്തത്. ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ സ്കൂളിൽ ചെന്ന് നിങ്ങൾക്കാണ് ഫസ്റ്റ്, നിങ്ങൾ ഇവിടുത്തെ ഫസ്റ്റ് ടീമാണ്, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അത്ഭുതകരമാണ് കുട്ടികൾ ആ ടീച്ചർ പറയണം, അത്ഭുതമാണ് കുട്ടികൾ പറയണത്. ഓരോ ദിവസവും ചെല്ലും തോറും ഇവർ ആ മരത്തിനോട് യോജിച്ചു ചേർന്ന് നിന്നിട്ട് അതുമായിട്ട് സംസാരിച്ചതായിട്ടാണ് അവരെൻ്റെ അടുക്കൽ വന്ന് പറയണേ. ഞാൻ പറഞ്ഞാൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചതാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തൊക്കെ? ഞങ്ങൾ ക്ലേ മോഡലിങ് ചെയ്യിക്കുന്നുണ്ട്. ക്ലേ മോഡലിങ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഞാൻ ചോദിച്ചു എന്ത് ക്ലേയാണ്? അത് കാണണം സാറിന്. നല്ല ക്ലേ, അലമാരിയിൽ നിന്ന് കുറേ ക്ലേ എടുത്ത് എൻ്റെ മുഖത്ത് നിരത്തി വെച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ പച്ച, നീല, ചുവപ്പ്. അപ്പോൾ ഞാൻ ടീച്ചറിൻ്റെയൊക്കെ ചോദിച്ചു, ടീച്ചറെ പ്ലാസ്റ്റിക്കിന് ജീവനുണ്ടോ? ജീവനില്ലല്ലോ. ജീവനില്ലാത്ത പ്ലാസ്റ്റിക്കിൽ ഇവരെ കൊണ്ട് എഴുതിച്ചിട്ട് ഒരു ഗുണമില്ല. ടീച്ചർ ഏതായാലും ഇത്രയും ചെയ്തില്ലേ? ടീച്ചർ കുറച്ച് മണ്ണ് മേടിച്ച്, ചെത്ത് മണ്ണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ഒരു സാധനം കിട്ടും. അതായത് ചെത്തുകാർ, തെങ്ങ് ചെത്തുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മണ്ണ് അവിടെയൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. കലമുണ്ടാക്കണ മണ്ണ് മേടിക്കാൻ കിട്ടും. എന്നിട്ട് അത് കുറേച്ചേ കൊടുത്ത് ഇവരെ കൊണ്ട് ക്ലേ മോഡലിങ് ചെയ്യിക്ക്. അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടിയുള്ള കുട്ടികളായിരിക്കും ഇവർ വികസിക്കുമെന്ന് പറഞ്ഞ് അതൊരു ഇൻസിഡൻ്റാണ്. ഇതെൻ്റെ മനസ്സിലിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇളം പച്ച എന്ന് പറയുന്ന ഒരു പദ്ധതി അവധിക്കാലത്ത് വൈക്കത്ത് അമ്പലത്തിൻ്റെ നേരെ കിഴക്ക് വശത്തെ സ്കൂളിൽ വെച്ച് നടത്തും. എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ, കുറേ സ്കൂളുകൾ 40-45 കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തു. ഇളം പച്ച, അതായത് ഇളം പച്ചയുടെ മെയിൻ ഈ ക്ലേ മോഡലിങ്ങാണ്. ക്ലേ മോഡലിങ് മെയിൻ ആക്കണമെന്ന് പറഞ്ഞു. പ്രകൃതി നടത്തോണ്ട് പൂക്കളുടെ പേരെഴുതുക, പക്ഷികളുടെ പേരെഴുതുക, തുമ്പികളുടെ പേരെഴുതുക, ഇതൊക്കെ അതിൻ്റെ പദ്ധതിയാണ്. അതിൽ ഒരെണ്ണം ക്ലേ മോഡലിംഗ് ആയിരുന്നു. ഞാൻ ആ വൈക്കത്ത് തന്നെ ഒരു വീടേ ഉള്ളൂ കലംമെനയെന്ന്. അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള മണ്ണ് കാശ് കൊടുത്ത് മേടിച്ച് കലം മെനയാൻ നല്ലോണം ചവിട്ടി കുഴച്ച് പദം വരുത്തിയിരിക്കുന്ന മണ്ണ് തന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ അവരുടെ പറഞ്ഞു, നമുക്ക് ക്ലേ മോഡലിംഗ് മെയിനാണ്, എല്ലാ ദിവസവും ചെയ്യണം. 5 ദിവസത്തെ പരിപാടിയാണ്, എല്ലാ ദിവസവും ക്ലേ മോഡലിംഗ് ചെയ്യണം. കാരണം ബുദ്ധിവികാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അത് വേണം ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു പന്തിൻ്റെ മുഴുപ്പിൽ മണ്ണ് കൊടുത്തു. കുട്ടികൾക്ക് 40-45 കുട്ടികളുണ്ട്. എല്ലാവരുടെയും കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇതിലെന്തെങ്കിലും മെനഞ്ഞുകൊണ്ട് വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മെനയാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ മനുഷ്യനുണ്ടാക്കിയതിന് അനുകരിക്കരുത്. പ്രകൃതിയിൽ കാണുന്നത് എന്തിനെങ്കിലും അനുകരിച്ച് അത് വേണം മെനഞ്ഞുകൊണ്ട് വരാൻ. എല്ലാവരും സമ്മതിച്ചോ? സമ്മതിച്ചു. എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും ദൂരെ മാറിയിരുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും വന്നാൽ മതി എന്ന് പറഞ്ഞു വിട്ടപ്പോൾ പേരൻസും ടീച്ചേഴ്സും നിൽപ്പുണ്ട്. അവർ ചോദിച്ചു, സാറേ ഇത് ബുദ്ധി വികസിപ്പിക്കാൻ ചെയ്യണ സാധനമല്ലേ? ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്കും കൂടി കിട്ടുമോ? ഞങ്ങൾക്കും കൂടി ബുദ്ധി കിട്ടുമോ? ഞാൻ പറഞ്ഞു, ശരീരത്തിനേ വയസ്സുള്ളൂ, മനസ്സിനും ബുദ്ധിക്കും വയസ്സില്ല. 90 വയസ്സ് കഴിഞ്ഞെഴുതിയാലും ബുദ്ധി വെക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ അവർക്കും കൊടുത്തു. അവരുടെക്കെല്ലാം കണ്ടീഷൻ പറഞ്ഞു, നിങ്ങൾ മനുഷ്യനുണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്, പ്രകൃതിയിൽ നിരീക്ഷിച്ചിട്ട് ഇഷ്ടമുള്ളത് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൊണ്ടുവന്ന് അരപ്രൈസിൽ ഇതിങ്ങനെ നിരത്തി വെച്ച് ചിലർ മല ഉണ്ടാക്കിയിട്ടുണ്ട്, ആമ ഉണ്ടാക്കിയിട്ടുണ്ട്, മുയൽ, പാമ്പ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ, മാങ്ങയും വണ്ടിയും, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഒരു ചെറുക്കൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നതേ കാലം കുടയായിരുന്നു. കാലം കുടയില്ലേ, കാലം കുട, അതായത് വളഞ്ഞ ഒരു കുട വെച്ച്. ഞാൻ അവനെ വിളിച്ച് അടുക്കലായിട്ട് നിർത്തി, എന്താ ഇത്? അത് കാലം കുട മുഴുവൻ പറയണില്ല, പേടിച്ച് നിൽക്കുക. എന്താ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടാക്കിയെന്ന് നോക്കി, മനുഷ്യൻ ഉണ്ടാക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞ്? ആണ്. പിന്നെ നീ മാവേലുണ്ടായതാണ് ആ കാലം കുട? ആണോ? അല്ല. മിണ്ടണില്ല, എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക ഇവൻ. ഞാൻ എന്ത് ചെയ്ത്, ഈ കാലം കൂടെ എടുത്തിട്ട് വീണ്ടും ഉരുട്ടി പന്താക്കി എൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ്, പോയി വേഗം എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം, പോയി വേഗം എന്തെങ്കിലും നീ ഉണ്ടാക്കിക്കൊണ്ടുപോകാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എന്തെങ്കിലും പ്രകൃതിയിലുള്ളതിനെ മാത്രമേ ഉണ്ടാക്കിക്കൊണ്ടുവരാവുള്ളൂ പറഞ്ഞു വിട്ടു. അവനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സാധനം ഇട്ട് വന്നു. അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന എന്നതായിരുന്നു അറിയാമോ? ഒരു കൂണായിരുന്നു. ഒരു കൂണ് എങ്ങനെ ഇരിക്കും?
അവൻ കുടയെന്ന് പിടിവിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായി? കുടയെന്ന് അവന് ഒരു കാരണം അവൻ പിടിവിട്ടില്ല. അവൻ കൂണ് തന്നെ ഉണ്ടാക്കി എന്നെ തോപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ വാശി. മനസ്സിലല്ലേ? കുട ഉണ്ടാക്കിയതിനല്ലേ അവനെ വഴക്ക് പറഞ്ഞത്. അവനൊരു കൂണ് തന്നെ ഉണ്ടാക്കി. അത് നമുക്ക് സഹിക്കാം. നമ്മൾ സ്വാഭാവികമായിട്ട് അവനൊരു വാശിയുടെ പുറത്ത് ചെയ്തതെന്ന് വിചാരിച്ചു. അതൊന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ കൂണിൻ്റെ അടിയിൽ ഇച്ചിരി ചെളി ഇങ്ങനെ രണ്ട് ചെളി അതിൻ്റെ അടിയിലിരിക്കും, കൂട്ടി വെച്ചിരിക്കണം. ഞാൻ ചോദിച്ചു അതെന്നതാണെന്ന് ചോദിച്ചു. അത് 2 തവളക്കുഞ്ഞാണ് സാറേ. കൂണിൻ്റെ അടിയിൽ 2 തവളക്കുഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു നീ എവിടെയെങ്കിലും കൂണിൻ്റെ അടിയിൽ തവളക്കുഞ്ഞിരിക്കണ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എന്നാലും മഴ വരുമ്പം തവളക്കാരൻ്റെ അടിയിൽ കയറി ഇരിക്കാമല്ലോ. അതാണ് ഇമാജിനേഷൻ. മനസ്സിലായില്ലേ? ഇവൻ്റെ ബുദ്ധി ചാട്ടുളി പോലെ വർക്ക് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ഇവൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടിട്ടുള്ളതെല്ലാം ഇവൻ്റെ ബ്രെയിനിലൂടെ പരതിയെടുത്തിട്ടാണ് അവൻ എന്നെ തോൽപ്പിക്കാൻ സാധനമായിട്ട് വന്നത്. അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. അപ്പോൾ സാധാരണ ഇതിൽ കൂണുക്ക് പിടി കിട്ടത്തില്ല. ഇതാണ് കുട്ടികളുടെ ബുദ്ധി വൈഭവം. അപ്പോൾ അത് ഉണ്ടായിക്കൊള്ളും. ബുദ്ധി മണ്ണും കൈവിരലും തമ്മിലുള്ള ബന്ധത്തിലൂടെ അങ്ങനെയേ ഈ മനുഷ്യകുലത്തിന്, ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യകുലത്തിന് ബുദ്ധി വികസിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ സാധിക്കൂ. കാരണം ഇവൻ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ്. ഇവൻ്റെ ശാരീരികമായ എവല്യൂഷൻ കംപ്ലീറ്റ് കാട്ടിൽ വെച്ച് നടന്നു. 4 കാലം നടന്നവൻ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. പുറത്തോട്ടിറങ്ങി മെൻ്റൽ എവല്യൂഷൻ കൃഷി സംബന്ധമായ മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ നടക്കൂ. ഇത് നമ്മൾ ഇനി കണക്കിലെടുത്തേ പറ്റൂ. കുട്ടികളെ കൃഷി എടുത്തേ പറ്റൂ. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു മണ്ണെഴുത്താണ്. കൃഷി എന്ന് പറയുമ്പോൾ അതൊരു മണ്ണെഴുത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മണ്ണിൽ എഴുതി പഠിക്കുന്നതിന് തുല്യമല്ലേ അത്? മണ്ണെഴുത്താണ്. നമ്മുടെ തലച്ചോറ് വലിയൊരു കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് മണ്ണാണ്. അതായത് ഈ ജീവനുള്ള കീബോർഡാണത്. നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ ഇരിക്കും? ജീവനില്ലാത്ത കമ്പ്യൂട്ടറാണ്. ജീവനില്ലാത്ത കമ്പ്യൂട്ടറിൽ ജീവനുള്ള കൈകൾ ചലിച്ചിട്ട് ഒരു കാര്യമില്ല, ബുദ്ധി വികസിക്കില്ല. ഇതും എനിക്ക് ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഞാൻ മാസികയിൽ എഴുതി വിടുമായിരുന്നു. ആങ്ക് എന്ന് പറയുന്നൊരു മാസിക കൊണ്ടായിരുന്നു. ഈ മാസികയിൽ അവിടെ ഇവിടെയൊക്കെ കുറിച്ചിങ്ങനെ വിടുമായിരുന്നു. ഞങ്ങളുടെ ഒരു മാസിക, ഞങ്ങളുടെ സംഘടനയുടെ ഒരു മാസിക എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് ബാംഗ്ലൂരിലെ ഒരു ഹോസ്റ്റലിലെത്തി. IT മേഖലയിൽ ജോലി ചെയ്യുന്ന പിള്ളേർ താമസിക്കുന്ന ആ ഹോസ്റ്റലിൽ എങ്ങനെയോ ആ മാസിക അവിടെ എത്തി. ആ മാസികയിൽ ഞാൻ ഈ മണ്ണെഴുത്തും കാര്യങ്ങളും കുന്തവും കോസലും മണ്ണെഴുത്തുന്നായിരുന്നു അതിൻ്റെ ഹെഡിങ്ങിൽ ഒരു ലേഖനം എഴുതിയിരുന്നതാണ്. ഇത് വായിച്ചിട്ട് ഒരു ചെറുക്കൻ എന്നെ വിളിച്ചു. രാത്രി വിളിച്ചു. സാറിൻ്റെ മാസിക ലേഖനം ഞങ്ങൾ വായിച്ചു. അതിലെന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ മണ്ണിലിറങ്ങണം, ചെടി നടണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഏതായാലും ഒരു കാര്യം ഞാൻ പറയാനായിട്ടാണ് സാറിനെ വിളിച്ചത്. ഞങ്ങൾക്കെന്തോ സംഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ ഞങ്ങൾ ഈ ജോലി രാജിവെച്ച് ഇവിടുന്ന് വിട്ടു പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. 2-1 നടക്കും. എന്താണ് ഞങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടണില്ല. സാറിൻ്റെ ആ ലേഖനം വായിച്ചപ്പോൾ എന്തോ അതിനകത്തുണ്ട് എന്ന് മനസ്സിലായി. എന്താണ് ഞങ്ങൾക്ക് സംഭവിക്കണമെന്ന്, ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കണമെന്നാണ് ചെറുക്കൻ വിളിച്ച് ചോദിക്കണേ. ഞങ്ങളെല്ലാവരുടെയും ഏതാണ്ട് ഇതുപോലെയാണ്. ഞങ്ങൾ ഭയങ്കര ടെൻസ്ഡാണ്. ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റണില്ല. എന്താണ് ഞങ്ങൾക്ക് പറ്റണത്? വീട്ടുകാർ സമ്മതിക്കില്ല. കാരണം 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ്. ഇത് ഉപേക്ഷിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ് സംഭവിക്കണമെന്ന് ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ ക്യാമ്പസ് സെലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത കുട്ടികളാണ് അല്ലേ? ക്യാമ്പസ് സെലക്ഷൻ എങ്ങനെയാണ്? ഒരു കോളേജിലെ ടോപ്പ് പിള്ളേരെ പെറുക്കിക്കൊണ്ട് പോകണത്, ഏറ്റവും ബുദ്ധിമാനായ കുട്ടികളെ പെറുക്കിക്കൊണ്ട് പോകണ ക്യാമ്പസ് സെലക്ഷനാണ് നിങ്ങൾക്ക് നടക്കണേ. അവിടെ നിന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ജോലിയും തന്ന് അവർ പറയുന്ന ശമ്പളവും തന്ന് അവർ ജോലിക്ക് ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങളെന്താ ചെയ്യണേ? എല്ലാ ദിവസവും കമ്പ്യൂട്ടറെ കയറിയിരുന്ന് ജോലി ചെയ്യുന്നു.
കമ്പ്യൂട്ടറിന് ജീവനുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ബുദ്ധിക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ബുദ്ധിയിൽ ടോപ്പിലെത്തിയ പിള്ളേരാണ്. നിങ്ങൾക്ക് ബുദ്ധി മുന്നോട്ട് പോകണമെന്ന് ബുദ്ധി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞായറാഴ്ച ദിവസം എവിടെയെങ്കിലും കുറച്ച് ചെടിയൊക്കെ നടാൻ പറഞ്ഞു. ഒരു അവിടെ നിൽക്കണ ചെടിയെടുത്ത് ഇവിടെ വെക്കുക, എവിടെ വെക്കണ എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ അവർ പറയണം, ആകെപ്പാട് ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് കിട്ടണേ, ഒന്ന് ഉറങ്ങണത് അപ്പോഴാണ്. സാറത് നടക്കില്ല, വഴിയിലൊന്നും നടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ചെടിച്ചട്ടി മേടിച്ചിട്ട് അതിനകത്ത് കൈകൊണ്ട് മണ്ണ് വാരി നിറച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു ചെടി നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് നട്ടൂടെ, അത് ചെയ്യാം. അത് ചെയ്തിട്ട് എന്നെ വിളിച്ചു. എന്താണെന്നറിയാൻ പാടില്ല, എന്തോ സംഭവിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു ഇൻഫർമേഷൻ, എന്തോ സംഭവിക്കേണ്ടത് എന്താണ്, ഇത് തന്നെയാണ് കാര്യം. സംഭവിക്കും. മണ്ണിൽ വിരലുകൾ ചലിക്കണം. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡാണ് മണ്ണ്. അതായത് കീബോർഡായ മണ്ണിൽ വിരലുകൾ ചലിച്ചാൽ, ഞാൻ അവരുടെ പറഞ്ഞു, പുത്തൻ ഫയലുകൾ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ ഫയലുകൾ നിങ്ങളുടെ ബ്രെയിനിൽ തെളിഞ്ഞു വരും. അപ്പോഴേ തെളിയൂ. എത്ര കുട്ടികളാണ് കൃഷിയിലേക്ക് വന്നിട്ടിരിക്കുന്നത് അറിയാമോ? കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന് അത് ഉപേക്ഷിച്ച് പാഞ്ഞു വരുന്നു. ഇപ്പോൾ അവർ വന്ന് അവധിയായാൽ അപ്പം പറന്ന് അവരുടെ കൃഷിയിടത്തിൽ വരും, തിരിച്ച് പ്ലെയിനിൽ തിരിച്ചു പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ, ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാമല്ലോ. കാശ് പോകുന്നുണ്ട് സാറേ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കാശ് കളഞ്ഞു. അവിടെ സൂക്ഷിക്കാൻ വെച്ചവനൊക്കെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവനൊക്കെ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും കുഴപ്പമില്ല സാറേ, ഞങ്ങൾക്ക് എന്തിലോ ഞങ്ങൾ പോസിറ്റീവായിട്ട് ഇൻവോൾവ് ആകുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ട്. പിറ്റേ തിങ്കളാഴ്ച ജോലിക്ക് പോകാൻ ഒരു മടിയില്ല. അതവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് കൃഷിയെന്ന് അറിഞ്ഞിരിക്കണം. അതായത് മനുഷ്യൻ എത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും ശരി, എത്ര മാത്രം ഇതായാലും ശരി, ഇവന് മുന്നോട്ട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ വികസനവും പുരോഗമനവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ പുരോഗമനം എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിപരമായ വികാസത്തിലൂടെ നല്ല മനുഷ്യരാകലാണ്. അപ്പോഴേ മനുഷ്യന് പുരോഗമനം വരുന്നുള്ളൂ. വികസനം എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യങ്ങൾ കൂട്ടലാണ്. അത് ഭൗതിക സാഹചര്യം, വീടായി, റോഡായി, കാറായി, എല്ലാ പ്ലെയിനായി, ട്രെയിനായി, നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. അത് വികസനമാണ്. പക്ഷേ പുരോഗമിച്ചിട്ടില്ല മനുഷ്യൻ. കാട്ടിൽ നിന്നും ഇറങ്ങിയ അതേ തലത്തിൽ കിടക്കുക. മുന്നോട്ട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി, മണ്ണിലിറങ്ങി സകലരും കൃഷി ചെയ്തേ പറ്റും. സകലരും, ഇല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. നമ്മുടെ കുട്ടികളെ എന്ത് വില കൊടുത്ത് മണ്ണിലേക്ക് ഇറക്കിക്കൊള്ളണമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഈ മനുഷ്യകുലത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം. അതൊരു ചെറിയ കാര്യമായിട്ട് കാണാണ്ടിരിക്കുക. കൃഷി ഒരു ചെറിയ കാര്യമല്ല. കൈത്തൊഴിലുകൾ, കയറ് പിരിക്കുന്നത്, കയറിങ്ങനെ പിരിക്കുമ്പോൾ രണ്ടിഴയിട്ട് ഇങ്ങനെ തിരുമുമ്പോൾ പുറകെ കൂടി കയറിറങ്ങി വരും. ഇത് നിസ്സാരമാണെന്ന് കരുതുന്നുണ്ടോ? എത്രയോ നൂറുകണക്കിന് മസിലുകൾ ഒരേപോലെ ഫങ്ഷൻ ചെയ്താലേ കയറായി പുറത്തേക്ക് വരൂ. അറിയാൻ പാടില്ലാത്ത നിങ്ങളുടെ കയ്യിലിട്ട് രണ്ടിഴ തന്നാൽ ഇട്ട് തിരുമ്മിക്കൊണ്ടിരുന്നാൽ ഇത് തിരുമ്മിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ചകിരിയായിട്ടിരിക്കും, കയറാവില്ല. അത് നിത്യജീവിതത്തിൽ ചെയ്ത് പിന്നിലേക്ക് വരുന്ന സാധനമാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈരഴ തോർത്ത് നെയ്യൽ ബുദ്ധിപരമായ വികാസത്തിന് ഉതകുന്നതാണ്. കലം മെനയൽ ഇതൊന്നും നിർത്തിക്കളയാനുള്ളതല്ല. പാഠ്യപദ്ധതിയിൽപ്പെടുത്തി സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ്. വീട്ടിൽ നാണക്കേടാണ്. കലം മെനയല. ബുദ്ധിയുടെ ഡെവലപ്മെൻറ്റ്, മെൻ്റൽ എവല്യൂഷൻ മുന്നോട്ട് നയിച്ചാലേ മനുഷ്യന് പുരോഗമനം വരൂ. ബുദ്ധിപരമായ അത് കൃഷിയിലൂടെ ഇനി സാധിക്കൂ. അല്ലാതെ കൃഷി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏൽപ്പിച്ച്, ട്രാക്ടറെ ഏൽപ്പിച്ച്, ശരിയാണ്, മനുഷ്യന് കൃഷിയിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ
ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും, ആഴ്ചയിൽ 1 മണിക്കൂർ ഇറങ്ങിയാൽ മതി എന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡി. ഒരാഴ്ചയിൽ 1 മണിക്കൂർ പ്രകൃതി പരിസരത്ത് ചെരുപ്പിടാതെ മണ്ണിൽ ചവിട്ടി കൈകൾ ചലിപ്പിക്കണമെന്നുള്ളത് സ്റ്റഡി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയുമെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം മണ്ണുമായിട്ട് എർത്തിങ് വരണം. അപ്പോൾ അത് നമുക്ക് കിട്ടണ്ടേ? നിസ്കാരം അതിനുള്ളതാണ്, എർത്തിങ്ങിനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കണമെന്ന് പറയും. ഞാൻ ജോലിയൊക്കെ സ്പീഡിൽ ചെയ്തിട്ട് ഈ കൃഷിക്ക് ഇറങ്ങും. അപ്പോൾ വീട്ടിൽ വഴക്കാം, ഇനി വന്നാൽ ഉടനെ തൂമ്പയും ഇത് എടുത്ത് പോകും. എനിക്ക് ആ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കണേ. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയാൽ നമ്മൾക്ക് ശരിക്കുള്ളൊരു ആനന്ദം കിട്ടും. അതിലൂടെ കിട്ടും. വേറെ ഒരു തൊഴിലിനും ആനന്ദം കിട്ടില്ല. കൃഷിയിൽ നിന്നും കിട്ടുന്ന ആദായമല്ല, കൃഷിയിൽ നിന്നും കിട്ടുന്ന ഒരു സുഖം, ഒരു ആനന്ദം ഉണ്ടല്ലോ, വേറെ മറ്റൊരു തൊഴിലിലും കിട്ടത്തുമില്ല. ബി പി മാത്രമല്ല, എല്ലാ ടെൻഷനും നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ബുദ്ധിപരമായ വികാസം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ, അവരെ നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കിട്ടിയേ പറ്റൂ, കൃഷി പറ്റിയേ പറ്റൂ. ഇനി അതൊരു പഞ്ചമഹായജ്ഞാണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് പഠിക്കാം അല്ലേ. ഇനി ഒരു കാര്യം, നമുക്ക് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ അന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ തുടങ്ങി. അതായത് ഡിവൈൻ മാട്രിമോണി, ഒരു കല്യാണ ആലോചന കൂടെ നമ്മുടെ ഇടയിൽ നടത്താൻ തുടങ്ങി. അതിൻ്റെ ചുമതല അഭിലാഷാണ് അതിൻ്റെ ചുമതല. രമ്യയാണ്. ഇവരെല്ലാവരും കൂടി വീട്ടിൽ വന്നിട്ട് ആണ് നമ്മൾ പേരിട്ടത്, ഡിവൈൻ മാട്രിമോണി എന്ന് പേരിട്ടു. ഒറ്റ കണ്ടീഷനാണ്, ഡിവൈൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും, അതായത് ഡിവൈൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും അവരെ ഡിവൈനാക്കി തന്നെ വളർത്തി വലുതാക്കി ആനന്ദത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും രജിസ്റ്റർ ചെയ്യാം, ഇവരുടെയൊക്കെ രജിസ്റ്റർ ചെയ്യാം. അത് നമ്മൾ ചില പരിശോധനകൾ നടത്തിയിട്ട് നമ്മളായിരിക്കും ചില സെലക്ഷൻ നടത്തുക. അതിൽ അപേക്ഷാ ഫോം റെഡിയായോ? തിങ്കളാഴ്ച റെഡിയാകും. തിങ്കളാഴ്ച അപേക്ഷാ ഫോം റെഡിയാകും. ആ അപേക്ഷ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അതിൽ ഒരു പ്രത്യേകത, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകണം. സാധാരണ പോലെയുള്ള സാലറി ഡീറ്റെയിൽസ് വേണം. അതിനകത്ത് ജാതി മത സാമ്പത്തിക പരിഗണന ഇല്ല എന്നെഴുതിയാൽ അതും എഴുതിക്കും. അതിനൊരു കോളമുണ്ട്, അതുണ്ടാകും. പിന്നെ 2 ഒപ്പിടണം, സിഗ്നേച്ചർ 2 ഉണ്ടാകണം. 2 തമ്പ് ഇംപ്രഷൻ ഉണ്ടാകണം. പിന്നെ അവരുടെ ജനിച്ച ഡേറ്റ്, തീയതി, ജാതകം ഉണ്ടെങ്കിൽ അത്, ജാതക പൊരുത്തൻ നോക്കും നമ്മൾ. കാരണം എവിടെയാണ് ഇതിൻ്റെ ക്ലൂ കിടക്കണമെന്ന് ഒരു പിടിയില്ല. ഏത് മണ്ടം പണിയും നമ്മൾ ചെയ്യും, ഏത് മണ്ടം പണിയും നമ്മൾ ചെയ്യും. ജാതക പൊരുത്തം നോക്കും. വിരലടയാള വിദഗ്ധരെ കൊണ്ട് വിരലടയാളം പരിശോധിപ്പിക്കും. അവർ ഇതിന് താല്പര്യമുള്ളവരാണ് വന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവിതം നമ്മൾ വിലയിരുത്തും, ഡോക്യുമെൻ്റ് ചെയ്യും. ഇവരെങ്ങനെയാണ് ജീവിക്കുക, അതായത് സോൾമേറ്റിന് കണ്ടെത്തുക എന്നുള്ളൊരു പദ്ധതിയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനായ ഒരു ഇണ എവിടെയോ ജനിക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്കറിയാനില്ല. പ്രകൃതി എന്തായാലും ഒരു അടയാളം ഇടും, തീർച്ചയാണ്. എന്തോ ഒരു അടയാളം ഇടുന്നുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം DV കോളേജിൽ മരം അവിടെ ഒരു കാടുണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു ഫോറസ്റ്റ്, ഒരു ഭക്ഷണം വിളയുന്ന കാടും നടുക്കൊരു നാച്ചുറൽ ഇക്കോസിസ്റ്റം ഒരു ഡിസൈൻ ചെയ്തിട്ട് 3 ഏക്കറിൽ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കുറേ കുട്ടികളാണും പെണ്ണും ഇരിപ്പുണ്ട്. ഒരൊറ്റ എണ്ണം റെസ്പോൺസില്ല.
സെമിനാർ ഇങ്ങനെ നടക്കുക, കൊഴുത്ത് സെമിനാർ, വലിയ വലിയ ആൾക്കാർ സംസാരിക്കണം, ഒരക്ഷരം ഇവരുടെ തിരിച്ചൊരു റെസ്പോൺസ് ഇല്ല, വെറുതെ ഏതാണ്ട് പാവ ഇരിക്കുന്ന പോലെ പിള്ളേർ ഇരിക്കുക. അവസാനം ഞാനത് വിചാരിച്ചു ഇവരൊന്ന് പതുക്കെ ഒന്ന് ഇളക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വിജിലൻ്റായി, മാട്രിമോണി എന്താ മാട്രിമോണി? ഇതാണ്, അതായത് നല്ല കുട്ടികളെ എനിക്ക് ജന്മം നൽകാനും നിങ്ങൾക്കൊരു ഇണ എവിടെയോ ഇരിപ്പുണ്ട്, നിങ്ങൾ പ്രേമിച്ചേ കല്യാണം കഴിക്കാവൂ, കണ്ണി കണ്ടതിനെ കയറി പ്രേമിക്കരുത്, ഏതാണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരും. കയ്യടി വീണത് അതിന്. പിള്ളേരുടെ ആവശ്യം അതായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച് മാട്രിമോണി നമുക്കിത് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളത്. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്, യൂത്ത്സിന് വേണ്ടത് അവരുടെ സോൾമേറ്റിനെ കണ്ടെത്താനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതെ, സോൾമേറ്റിനെ കണ്ടെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിലിൽ എത്തപ്പെടാൻ വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഇത് രണ്ടും നമ്മൾ ഏറ്റെടുക്കുകയാണ്. കാരണം കുട്ടികൾക്കുള്ളതായി, വയസ്സായവരുടേതായി, വാനപ്രസ്ഥമായി, യൂത്ത്സിന് വേണ്ടിയിട്ട് എന്ത് അമ്മമാരുടേതായി, ഡിവൈൻ മദറായി. അപ്പോൾ കുറേ അമ്മമാർ എന്നെ വിളിച്ചിട്ട് ചോദിക്കണം, ഞങ്ങളുടെ മക്കളെ ഉപേക്ഷിച്ചോ നിങ്ങൾ? ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യുക. ഞങ്ങൾ പിടിച്ചിട്ട് കിട്ടണില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണിത്. അതിൽ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അറിവിൽ ഇത് പറയണം. അതായത് നല്ല ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാനും അവരെ ഡിവൈനാക്കി തന്നെ വളർത്തി വലുതാക്കി പ്രാപ്തരാക്കി ആനന്ദത്തോടെ ജീവിക്കാൻ പ്രാപ്തരാക്കി വിടാനും തയ്യാറുണ്ടോ എന്ന് ഓരോ കുട്ടിയെടുക്കലും ചോദിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ രമ്യയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഈ ഭൂമിയിലെ സകല സ്ത്രീകളും ഡിവൈൻ അല്ലേ? അപ്പോൾ പ്രകൃതിയുടെ ഒരു ഡിസൈനിങ് ഉണ്ട്. അതായത് ദൈവീകത ഭൂമിയിലേക്ക് എത്തുന്നത് സ്ത്രീകളിലൂടെ മാത്രമേ പറ്റൂ. സ്ത്രീകൾക്ക് ആ പദവി ലഭിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് ആ പദവി വീട്ടിലും ശ്രമിച്ചിട്ടില്ല, നാട്ടിലും ശ്രമിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് അറിയാനും പാടില്ല അവർ ഡിവൈനാണെന്ന്. ഡിവൈനാണെന്ന് അവർ അറിയാനും പാടില്ല. അപ്പം നമുക്ക് സ്ത്രീകളെ അവർ ഡിവൈനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ഒപ്പം വീട്ടിലും സമൂഹത്തിലും അവർക്ക് ആ ഡിവൈൻ പദവി സാധിച്ചു കൊടുക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ ഡിവൈൻ മദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അതിനു മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ഡിവൈൻ അതിന് മുമ്പുള്ള ഇണയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പം ഇത് രണ്ടും കോറിലേറ്റ് ചെയ്ത് ഡിവൈൻ മദറിന് സപ്പോർട്ടായിട്ട് വരുന്ന ഒരു സാധനമാണിത്. ഒരു ക്ലാസ് വരും ഡിവൈൻ മദർ. എല്ലാം കുട്ടികൾക്കും ചെയ്യണം. പക്ഷെ കുട്ടികൾക്ക് ഒന്ന് പറയണം ഇത്. അതായത് ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാനാണ്. കല്യാണം എന്തിനാണെന്ന് അറിയില്ല. കല്യാണം ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാനാണോ ഇല്ലെന്നുള്ളത് അറിയില്ല. കല്യാണം എന്തോ ഒരു കല്യാണമാണ്, ഒരു ആഘോഷം നടത്തണം എന്നുള്ളതാണ്. ഇത് അറ്റ്ലീസ്റ്റ് അവരുടെ കാതുകളിൽ പതിക്കണ്ടേ. ഡിവൈൻ കുഞ്ഞിന് ജന്മം നൽകാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ചിലവില്ലാതെ എത്ര രൂപയാണ്? 500 രൂപ. 500 അതെത്രയാണെന്ന് വെച്ചാൽ തീരുമാനിച്ച് അതിൽ അറിയിപ്പുണ്ടാകണം. കൃഷി വേണ്ട എന്നുള്ളൊരു ധാരണ. തന്നെയല്ല, ഭക്ഷണങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കാം. ഇപ്പോൾ ക്ലോണിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതോടുകൂടി ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഇപ്പോൾ എടുത്തിട്ട് ടിഷ്യൂ കൾച്ചറിലൂടെ വാഴയെ ഉണ്ടാക്കുന്നില്ലേ? ഒരു ടിഷ്യൂ ആണ് എടുക്കണേ, അതിനെ വളർത്തി വലുതാക്കി വാഴ ഉണ്ടാക്കാം. അങ്ങനെ പുതിയ ഇറച്ചി ഉണ്ടാക്കാം. കോഴി ഇറച്ചി വേണോ? ഒരു കോഴി മതി. ആ കോഴിയുടെ ഒരു സെല്ലെടുത്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലില്ലാത്ത കോഴി ഇറച്ചി കിട്ടിയാൽ നല്ലതല്ലേ? എല്ലില്ല, ആട്ടിറച്ചി ഒറിജിനൽ, യാതൊരുവിധ ഇതിലില്ലാതെ ലാബിലുണ്ടാക്കാം. അപ്പോൾ ആ ടെക്നോളജി വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃഷി വേണ്ടല്ലോ, കൃഷി വേണ്ടാന്ന് വയ്ക്കാൻ പോവുകയാണ്. കൃഷി വേണ്ടാന്ന് വയ്ക്കുക മാത്രമല്ല, ഇന്നലെ എനിക്ക് ആരോ അയച്ചു തന്നൊരു സാധനം,
ഇനി പ്രസവിക്കണ്ട, ആരും പ്രസവിക്കണ്ട. ഒരു ഒരു ഗർഭപാത്രം, ആർട്ടിഫിഷ്യൽ ഗർഭപാത്രം ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ കണ്ടു. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പറയുന്ന രീതിയിലുള്ള കണ്ണിൻ്റെ നിറം, പറയുന്ന കുട്ടിക്ക് വേണ്ട നിറം, ഇതെല്ലാം ആർട്ടിഫിഷ്യലിലൂടെ കുഞ്ഞുങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അതായത് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ പുരോഗമനം പിന്നോട്ടായിരിക്കും പോവുക. അതായത് ഈ കുഞ്ഞ് എന്താണ് കാണിച്ചു കൂട്ടുക എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക? എന്തായിരിക്കും കുഞ്ഞ്? ഇപ്പോഴേ കുട്ടികൾ കുഴപ്പത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കുട്ടികൾ എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ആശങ്കപ്പെടേണ്ട സമയമാണ്. കാരണം കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്രസക്തി. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസക്തി അതാണ്. അതായത് നമ്മുടെ എതിര് നിൽക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗർഭപാത്രത്തിൽ ഒരു 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 ചെറിയ പാത്രമാണ്. അതിനകത്ത് കുഞ്ഞ് വളരുന്നത് അച്ഛനും അമ്മയ്ക്കും എല്ലാ ദിവസവും കാണാം. എല്ലാ ദിവസവും വേണമെന്നെങ്കിൽ പോയി കാണാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുട്ടികളുടെ മനസ്സും അമ്മയുടെ മനസ്സും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാകുമോ? ലിങ്ക് ഉണ്ടാവില്ല. വേറെയാണത്. വേറെ കുഞ്ഞുങ്ങളായിരിക്കും. ആ കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് ഒന്നും വിലക്കിയാൻ പറ്റില്ല. അപ്പം അത്രയ്ക്ക് ടെക്നോളജി അഡ്വാൻസ് ചെയ്തിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നു. അത് റോബോട്ടുകൾ എല്ലാ ജോലിയും ചെയ്തോളും. നമ്മളൊരു ജോലിയും ചെയ്യണ്ട. തിണ്ണ തൂക്കുന്നതും കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും വിളമ്പുന്നതും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. പക്ഷേ മനുഷ്യന് പുരോഗമനം കിട്ടുമോ ഇതിലൂടെ? അതിനാണ് നമുക്കൊരു നാച്ചുറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ മാതിരിയുള്ള ടെക്നോളജിയെ അതിജീവിക്കാൻ ഒരു നാച്ചുറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യേണ്ട. ആ കുട്ടികൾ മണ്ണിലിറങ്ങണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം, ശരിയായ രീതിയിൽ ജീവിക്കണം. അങ്ങനത്തെ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ പ്രാധാന്യം അതാണ്. അടുത്തത് ഇതൊരു പഞ്ചമഹായജ്ഞമാണ് എന്ന് പറഞ്ഞു. യജ്ഞം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? യജ്ഞം എന്ന പദത്തിൻ്റെ അർത്ഥം, ഒരുപാട് യജ്ഞം ഉണ്ടല്ലോ. ഇപ്പോൾ സപ്താഹയജ്ഞം, നവാഹയജ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് യജ്ഞം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വല്ല പിടിയുണ്ടോ? പ്രയാസം, പ്രയത്നം. യജ്ഞം എങ്ങനത്തെ പ്രയത്നം? കൂട്ടായ രീതിയിലുള്ള യജ്ഞം എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം എന്നാണ് അർത്ഥം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം. അതിന് ഭാരതത്തിൻ്റെ മൂല്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണത്. എന്താണത്? നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. നിഷ്കാമകർമ്മം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു കർമ്മമായി വേണം കൃഷി ചെയ്യാൻ. അല്ലെങ്കിൽ എന്തായിരിക്കും പറ്റുക? നിരാശ വരും, ആത്മഹത്യ വരും. മനസ്സിലായി? നിരാശപ്പെടും. 10,000 വാഴ, ഏത്തവാഴ കൃഷി ചെയ്ത് കൊലച്ചു തുടങ്ങി, കൊല വെട്ടി, അത് വിറ്റിട്ട് മകളുടെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ചെറിയ കാറ്റ്. വേറെ ഒന്നുമില്ല. ഒരു ആന വന്നെല്ലാം കൂടി കയറി മരിച്ചു. അല്ല, ഒരു ചെറിയ ആന വന്നൊന്നുമില്ല, ഒരു ചെറിയ കാറ്റ് പോലെ ചെയ്താൽ ഈ ആള് ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് നേടിയെടുക്കുന്നത് ഇതിലൂടെയാണ്. ഒട്ടനവധി പ്രതിസന്ധികൾ വരും ജീവിതത്തിൽ. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കേണ്ടത് കൃഷിയിലൂടെയാണ്. കൃഷിയിലൂടെ നേടിയെടുക്കണം. കാരണം ഇത്തരം വരും, വീണ്ടും ഏത്തവാഴ വെക്കും. മനസ്സിലല്ലേ? അത്
ഫുക്കുവോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറയുന്ന പുസ്തകത്തിൽ ശരിക്കും വരച്ചിട്ടിട്ടുണ്ട്. ശരിക്കും, അതായത് കൃഷിനാശം വന്ന് തലക്ക് കൈയും കൊടുത്ത് വരമ്പത്തിരിക്കുന്ന കർഷകൻ കുറേ നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അടുത്ത കൃഷിക്ക് ഇറങ്ങിയൊക്കെയാണ്. വേറെ ഒന്നും നോക്കില്ല, വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം ആണ് യജ്ഞം. അന്നം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അന്നം. യജ്ഞഫലം എന്ന് പറയുന്നത് അന്നം. അന്നം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതങ്ങൾ 5 അന്നങ്ങളാണ്. അന്നം ബ്രഹ്മമാകുന്നു, ഈശ്വരനാകുന്നു. അത് ആവശ്യത്തിൽ കൂടുതൽ എടുക്കരുത്, അനാവശ്യമായി തൂവിക്കളയുകയും ചെയ്യരുത്. സാധാരണ ആധുനിക കൃഷി എന്താ പഠിപ്പിക്കണേ? പരമാവധി ഉൽപ്പാദിപ്പിക്കാനാണ്. ഇതെന്താ പഠിപ്പിക്കണേ? നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കാവുള്ളൂ, എടുത്തത് ഒരു വറ്റുപോലും കളയരുത്. പണ്ട് കാലത്ത് കുട്ടികൾക്ക് അടി കിട്ടില്ലായിരുന്നോ? ഒരു ചോറ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. ചോറ് കവച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ഈശ്വരനാണ്, അതിനെ തൊട്ട് വന്നിക്കണം, നിന്ദിക്കരുത്. അന്നം ബ്രഹ്മമാകുന്നു, ഈശ്വരനാകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിലൂടെ വരണത് ഈശ്വര ചൈതന്യമാണ് നമുക്ക് കിട്ടേണ്ടത്. അന്നത്തിൻ്റെ ക്വാളിറ്റിയാണ് അമ്മയിലെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി.